വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഒരു ബർത്ത്ഡേ ഹാമ്പറാണ് റെഡ് കളറിലുള്ള. ഇതിൽ വെക്കാനുള്ളത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിരുന്നു. അപ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പേപ്പേഴ്സ് തന്നെ റോൾ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ തെർമാക്കോളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളില്ല, അപ്പോൾ നല്ലൊരു വൃത്തിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ കട്ടിങ്സും ഇട്ടിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇതിലേക്ക് വെക്കുന്നത് ഒരു മിനി ഫ്രെയിമാണ്. അത് ഗ്ലാസ്സിനൊന്നും ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഞാൻ ഒരു തെർമാക്കോൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ക്ലീൻ റാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അത് ഗിഫ്റ്റ് റാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഈ വീഡിയോസൊക്കെ ഞാൻ കുറേ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. മിക്കവാറും ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ കുറച്ച് മുന്നേ എടുത്ത് വെച്ചത് തന്നെയാവും. എന്താ വെച്ചാൽ ഞാൻ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഗാലറി ഇങ്ങനെ ക്ലിയർ ചെയ്യുമ്പോഴാണ് ഞാൻ മുന്നേ എടുത്ത് വെച്ച് കുറേ വീഡിയോസ് കണ്ടത്. അത്യാവശ്യം വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എടുത്ത് വെക്കും. പിന്നെ ഒരു തിരക്കായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയൊക്കെ കാരണം ഇങ്ങനെ ലാഗായിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയ വീഡിയോസ് ആയിരുന്നു. ഇതേം വീഡിയോസൊക്കെ സത്യം പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. എഡിറ്റ് ചെയ്യാനുള്ളൊരു മടിയുണ്ട്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ആ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ അത്യാവശ്യം ടൈം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ എന്തിനാ വെറുതെ ഡിലീറ്റ് ചെയ്യണമെന്ന്. എപ്പോഴേലും ടൈം കിട്ടുമ്പോൾ ഒക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അതിപ്പോൾ ഈ ഹാമ്പർ വർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അത്യാവശ്യം ആയിട്ടുണ്ടായിരുന്നു. ഇതിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് മാളവിക ശ്രീനാഥ് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ആക്ടറാണ്. അതിന് ഇൻസ്റ്റയിൽ അങ്ങനെ കോൺടാക്ട് ചെയ്തായിരുന്നു. ഇതാൾ എനിക്ക് രണ്ടാമതായിട്ട് തന്നെ ഓർഡർ ചെയ്യുന്നു. ഫസ്റ്റ് എനിക്ക് ആളെ ഫ്രണ്ട് അബ്രോഡ് പോകുമ്പോൾ അതിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിനി ഹാമ്പർ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ആളെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ആക്കിയതായിരുന്നു. എന്നിട്ട് അവർക്കിത് ചെയ്ത് കൊടുക്കുമ്പോൾ ആളുടെ ഫ്രണ്ടിനായിട്ടായിരുന്നു അത് വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ ആളുടെ ബർത്ത്ഡേക്കും ആളുടെ ഫ്രണ്ട് എനിക്കൊരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും ഇനി പോസ്റ്റ് ചെയ്യാൻ പെൻഡിങ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ പയ്യെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വീഡിയോസ് ഇനി വരാനുണ്ട്. കുറച്ച് ഹാമ്പർ സെറ്റിംഗ് വീഡിയോസും അതുപോലെ തന്നെ റിംഗ് ആൽബത്തിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാണ്ട്. ഇനി ഇതിപ്പോൾ ഞാൻ ഫ്രെയിം ഞാൻ അതിക്ക് പാക്ക് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ പോളറോയിഡ്സ് ഇല്ലേ അതും അതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ടേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ വെക്കാനുള്ളതൊക്കെ മിനി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ അതിന് മിനി ആയിട്ടുള്ള ഐറ്റംസ് ഇൻക്ലൂഡ് ആക്കിയാൽ മതി എന്നുള്ളത്. പിന്നെ അത്യാവശ്യം കുറച്ച് വലിയ ബോക്സ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ ആൾക്ക് എന്തൊക്കെ ആഡ് ആക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യം അതിൽ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഫില്ല് ചെയ്തില്ലേ. അത് പിന്നെ അവർക്ക് വെക്കാനുള്ള ഒരു സ്പേസ് ആ പേപ്പേഴ്സ് മാറ്റിയാൽ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടായിരുന്നു. അല്ലാണ്ട് അത് വെക്കാണ്ട് ഈ ഐറ്റംസ് അതിൽ വെച്ചാൽ ആകെ അങ്ങോട്ടും കൊണ്ടും കുഴഞ്ഞ് പറഞ്ഞ് കിടക്കുള്ളൂ. അപ്പോൾ നമ്മൾ പോളറോയിഡ് പാക്ക് ചെയ്തിട്ട് അതിക്കാണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെക്കാളത് റൗണ്ട് ആയിട്ടുള്ള ഒരു മിനി മഗ്ഗാണ്. അത് സംഭവം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോളറോയിഡ് നോക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വെക്കാണ്ടായിരുന്നത് ഒരു ബോയ്യുടെയും ഗേളിൻ്റെയും ഒരു സ്റ്റാച്ചു ആണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് ആളിനെ സെലക്ട് ചെയ്തിരുന്നു കേട്ടോ, ഇത് വെച്ച ഐറ്റംസ് ഒക്കെ. പിന്നെ ഈ 2 കാർഡ്സ് ആണ് ഉണ്ടായിരുന്നത്. അത് ഒരെണ്ണത്തിൽ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള വിഷ് ആഡ് ചെയ്തിട്ടുള്ളതും പിന്നെ ഒരെണ്ണത്തിൽ ഡേറ്റ് ആഡ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള 2 കാർഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ഹാമ്പറിൻ്റെ സെറ്റിംഗ് വീഡിയോ എത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മളിത് പാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഗിഫ്റ്റ് റാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്കിൻ്റെ വീഡിയോ ചിലപ്പോൾ നിങ്ങളുടെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ അപ്പോൾ ഇതിൽ ആഡ് ചെയ്യാന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്സൊക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രക്കുള്ള നമ്മുടെ ഇന്നത്തെ ഹാമ്പർ സെറ്റിംഗ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, ഇതുപോലെ മുന്നെടുത്ത് വെച്ച് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.